ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജയറാം രമേശ് സംസാരിക്കുന്നു. അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. Should stay, they should be in the counting centers till 3 o'clock, till 4 o'clock. The game is not over. The poll results have not been completed as yet. The clear mandate will come in favor of the Congress. These are all attempts being made to vitiate the atmosphere and to put pressure on the local administration. There is no way that the BJP can form the government. The people of Haryana won't change. Their own ground reporters are not also. ബൂത്തുകളിൽ തുടരുക എന്നുള്ളതാണ്, എവിടെയൊക്കെ കൗണ്ടിംഗ് നടക്കുന്നു അവിടെ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ ജയറാം രമേശ് പ്രവർത്തകരോട് പറയുന്നത്. ഗെയിം കഴിഞ്ഞിട്ടില്ല, ഗെയിം ഈസ് നോട്ട് എറ്റ് ഓവർ. ഇതാണ് ജയറാം രമേശ് പറയുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു, പ്രാദേശിക ഭരണകൂടങ്ങളെ BJP സമ്മർദ്ദത്തിലാക്കുകയാണ്, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിന്റെ ട്രെൻഡ് വൈകിക്കുന്നു, കൃത്യമായി ഫലങ്ങൾ പുറത്തുവിടുന്നില്ല. ഇതാണ് ജയറാം രമേശിന്റെ പരാതി. പക്ഷേ ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 മണിക്കൂറായി ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത്. കൃത്യമായിട്ട് ഓരോ ബൂത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. 49 സീറ്റുകളിൽ ഹരിയാനയിൽ ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് BJP. 35 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ജമ്മു കാശ്മീരിലാകട്ടെ നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും CPM-ഉം പങ്കാളിയായ ഇന്ത്യ സഖ്യം 52 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് തുടരുന്നു. BJP 26 സീറ്റുകളിൽ ലീഡ്, മറ്റുള്ളവർ 9. അതായത് സ്വതന്ത്രർ PDP 3 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇത് വരും മണിക്കൂറുകളിലും വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഹരിയാനയിൽ BJP-യും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ സഖ്യവും ഭരണത്തിലേക്ക് വരികയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അത് തന്നെയാണ്. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മിക്കയിടങ്ങളിലും ഇപ്പോൾ വോട്ടെണ്ണൽ അവസാന മണിക്കൂറിലാണല്ലോ, പക്ഷേ ഇപ്പോഴും ജയറാം രമേശ് പറയുന്നത് ഗെയിം അവസാനിച്ചിട്ടില്ല എന്നാണല്ലോ.